ദുരിത രക്ഷാപ്രവർത്തനത്തിന് കേന്ദ്രം പണം ആവശ്യപ്പെട്ടത് ഹൈക്കോടതിയെ ധരിപ്പിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. പണം നൽകാൻ സംസ്ഥാനത്തിന് കഴിയാത്ത സാഹചര്യം കേന്ദ്രത്തെ അറിയിക്കും. കേന്ദ്ര സർക്കാരിന്റെ നടപടി നീതീകരിക്കാനാകാത്തതാണെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു. പ്രത്യേകിച്ച് ഇങ്ങനെ കേരളത്തിനോടൊരു നടത്തിയ മനുഷ്യത്വരഹിതമായിട്ടുള്ള നിലപാട് കേന്ദ്രത്തെയും കേരളത്തിലെ ഹൈക്കോടതിയെയും അറിയിക്കും. സംസ്ഥാനങ്ങൾക്ക് സെൻറ്ററിൻ്റെ ഭാഗമായിട്ടുള്ള ഏജൻസികൾ കൊടുക്കുന്ന വിവിധങ്ങളായ സഹായം ദുരന്തഘട്ടത്തിലൊരു നാടിനെ സഹായിക്കാനുള്ള പ്രതിബദ്ധമായിട്ടുള്ള ഇടപെടലിൻ്റെയും ഉത്തരവാദിത്വത്തിൻ്റെയും ഭാഗമാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അഭിഭാഷകനോട് പറഞ്ഞു, കണക്കിൽ കളി നടത്താതെ കേവലമായിട്ടുള്ള മാനദണ്ഡങ്ങളുടെ മറവെച്ച് നിൽക്കാതെ എന്താണോ ഈ ദുരന്തഘട്ടത്തിൽ ഒരു നാടിനെ സഹായിക്കാൻ ആവശ്യമുള്ളത് അത് നിങ്ങൾ ചർച്ച ചെയ്ത് അതനുവദിക്കാനുള്ള മര്യാദ കാണിക്കൂ എന്നാണല്ലോ കോടതി പറഞ്ഞത്. അതേ നിലപാട് തന്നെയാണ് കേരള ഗവൺമെൻറ്റിനും പറയാനുള്ളത്. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സൂരജ്, ഗുഡ് മോർണിംഗ്. സൂരജ്, എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധം ഉയർത്താൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഹർജി കോടതിയിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണോ ഇതുകൂടി അറിയിക്കാൻ ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്? പ്രവിത, ഗുഡ് മോർണിംഗ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹർജി നിലവിൽ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. എല്ലാ വെള്ളിയാഴ്ചയും ഈ കേസ് ഹൈക്കോടതി പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ അടുത്ത വെള്ളിയാഴ്ച ഈ ഹർജി പരിഗണിക്കുന്ന സമയത്ത് ഇത് സംബന്ധിച്ചുള്ള കാര്യം ഹൈക്കോടതിയെ അറിയിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. സർക്കാരിൻ്റെ ധനസ്ഥിതി വെച്ച് ഇപ്പോൾ കേന്ദ്രം ആവശ്യപ്പെടുന്നത് പോലെ തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ചിലവഴിച്ച പണം അത് തിരികെ നൽകാൻ സംസ്ഥാനത്തിന് കഴിയില്ല എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. റവന്യൂ മന്ത്രി പറഞ്ഞതും അത് തന്നെയാണ്. തത്വത്തിൽ ഈ പണം നൽകാം എന്നത് സംബന്ധിച്ച് കേരള സർക്കാർ അംഗീകരിക്കും. പക്ഷേ പണം നൽകാൻ കഴിയില്ല എന്നുള്ള കാര്യം കേന്ദ്രത്തെ രേഖാമൂലം അറിയിക്കാൻ തന്നെയാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. വരുന്ന ദിവസങ്ങളിൽ തന്നെ കേന്ദ്രത്തെ അറിയിക്കുകയും ചെയ്യും. നിലവിലെ നടപടി തീർത്തും ജനാധിപത്യ വിരുദ്ധമാണ് എന്നുള്ളതാണ് റവന്യൂ മന്ത്രി കെ രാജൻ ചൂണ്ടിക്കാണിക്കുന്നത്. L3 വിഭാഗത്തിൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തെ ഉൾപ്പെടുത്തണമെന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഏറെക്കാലമായുള്ള ആവശ്യമായിരുന്നു. അങ്ങനെ L3 കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഈ കേന്ദ്രത്തിൻ്റെ സഹായത്തിനപ്പുറത്തേക്ക് മറ്റ് പുറത്തു നിന്നുള്ള ആളുകൾക്കും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികൾക്കും അടക്കം വിവിധ സഹായങ്ങൾ ഈ കോണുകളിലേക്ക് എത്തിക്കുന്നതിന് സാധിക്കും. ഈ ചില NGOകളുടെ അടക്കം സഹായങ്ങൾ സ്വീകരിക്കുന്നതിന് ഉൾപ്പെടെ സാധ്യതകളുണ്ടായിരുന്നു. പക്ഷേ ഈ L3യിൽ പോലും ഉൾപ്പെടുത്തുന്നില്ല എന്ന് മാത്രമല്ല, കേന്ദ്രം നൽകേണ്ട സഹായം അത് നൽകുന്നില്ല. പകരം SDRF ഫണ്ടിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് എല്ലാ സഹായങ്ങളും വൈകിപ്പിക്കുകയാണ്. ഈ SDRF പ്രകാരം ഈ സംസ്ഥാന സർക്കാരിന് ചിലവഴിക്കാവുന്ന തുക അത് ഓരോ കാറ്റഗറി എടുക്കുമ്പോഴും വളരെ പരിമിതമാണ് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ കേരളത്തിന് ആവശ്യമായ സഹായം നൽകാതെ ഇരിക്കെയാണ് ഇത്തരത്തിൽ ഇവിടെ നിന്ന് പണം മടക്കി കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഇത് സംബന്ധിച്ച് വിമർശനങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ ചില ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്നുള്ളതാണ് കേന്ദ്രവുമായി ബന്ധപ്പെട്ട ചില കോണിൽ നിന്ന് വന്നത്. അതിനും ഇന്ന് മന്ത്രി കെ രാജൻ മറുപടി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സൂരജ് സജിയാണ് വിശദാംശങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ചേർന്നത്.